ആ, ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് ഉറക്കമില്ലാതായോ? ഇങ്ങോട്ട് വന്നേ, മനുഷ്യനെ ആദ്യം ഇടിപ്പിക്കാതെ. ഇങ്ങനെയാണെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് നാട്ടിലേക്ക് പോവാം. വെറുതെ എന്തിനാ നമ്മൾ നടക്കാത്ത കാര്യം പറയുന്നേ? വാ, നമുക്ക് പോയി കിടക്കാം. ഫോണിങ്ങ തന്നെ മോള്. ആ സിരിയേച്ചി, സുഖല്ലേ? എനിക്കറിയില്ല എന്താ വേണ്ടെന്ന്. നാട്ടിൽ നിന്ന് വന്നത് മുതലേ ചേട്ടൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഉറക്കമില്ല, സംസാരമില്ല, ഭക്ഷണവും വേണ്ട. മോളെ പോലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. വന്ന അന്ന് മുതൽ ഇത് തന്നെയാ അവസ്ഥ. എന്താ ചെയ്യാ? അത് മാത്രല്ല, നാട്ടിൽ നിന്ന് ആരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ അനാവശ്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ എന്റെ മുമ്പിൽ വെച്ച ആ സുരേന്ദ്രൻ വിളിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞു. മതി കളിച്ചത്, മോള് പോയിരുന്ന് പഠിച്ച്. ഞാനേ നാട്ടിൽ നിന്ന് വന്നത് മുതല് വീട്ടിലെ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഒക്കെ നല്ല തിരക്കിലാ. പ്രദീപിനോട് അച്ഛനെ ഒന്ന് വിളിക്കാൻ പറ. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ? ഞാൻ അച്ഛനെ വിളിക്കാൻ പറയാഞ്ഞിട്ടാണോ? എത്ര തവണ പറഞ്ഞു എന്നറിയോ? ആ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. അച്ഛാ, പറയൂ. നീ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് നീ ഫോണും എടുക്കുന്നില്ല. എന്ത് പറ്റിയടാ? എന്താ നിനക്ക് പ്രശ്നം? എന്താ പറ. അച്ഛാ, എനിക്കൊന്നും പറ്റുന്നില്ല. അച്ഛനെ അനാഥാലയത്തിലാക്കിയിട്ട്. മോനെ, കാലം മുന്നിലോട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്ക് ഇതൊക്കെ അറിയാൻ? ഇവിടെ എങ്ങനെ അനാഥാലയമാകുന്നത്? പറയടാ. ഞാൻ ആരുമില്ലാത്തവനാണോ? അച്ഛാ, മോനെ, ഇവിടെയുള്ളവരാരും അനാഥരല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അച്ഛനമ്മമാര് മക്കളെ ബോർഡിങ്ങിൽ നിർത്താറില്ലേ? എന്തിന്? നമ്മുടെ കിച്ചുമോൻ ഡോക്ടർ ആവാൻ ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിൽ നിന്നൊക്കെ. നാട്ടുകാരാണോ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചത്? ഞാനിവിടെ പുതിയ സാഹചര്യത്തിൽ പുതിയ ആളുകളുമായി ആഘോഷം തുടങ്ങി. നിങ്ങൾ അവധിക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ശരി അച്ഛാ, ഞാൻ വരുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മറക്കരുത്. നിങ്ങളുടെ അമ്മയ്ക്ക് ദുർബോധമുണ്ടായിരുന്നു. മക്കളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു വിലങ്ങുതടിയാവരുതെന്ന്. അവൾക്കതിന് സാധിച്ചു. എനിക്കും സാധിക്കും. നിനക്കും. അല്ല, അത് നിങ്ങൾക്കും സാധിക്കണം.